السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ നോമ്പുമായി ബന്ധപ്പെട്ട ഖുതുബയിൽ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന സൂറത്ത് ബഖറയിലെ ഈ ഭാഗത്തിന് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ ഇത് ഓതിക്കൊണ്ട് ആർക്കും, യുവാക്കളാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ പോലും അവർ നോമ്പ് മാർക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പ് മാറ്റാൻ മതി, അല്ലെങ്കിൽ നോമ്പ് മാർക്കേണ്ടതില്ല എന്ന ഒരു നിയമം പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കാരണം, ഈ ആയത്ത് ദുർബലപ്പെട്ടു, നസ്ഖ് ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഖുർആനിൽ ഒരു നസ്ഖില്ല എന്നുകൂടി വാദിക്കേണ്ട അദ്ദേഹം. എങ്കിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവിടെ വരുന്നൊരു പ്രശ്നമുണ്ട്. ആദ്യത്തിൽ കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി, മുസ്തഫൻ്റെ വാദമനുസരിച്ച് നിയമമാക്കി എന്ന് പറയാം. നിയമം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ നിർബന്ധമുണ്ട്, ഐച്ഛികമുണ്ട്, അനുവദനീയമുണ്ട്, നിഷിദ്ധമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ പെടുത്തിയെങ്കിലേ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നിയമം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. കുത്തിബ എന്ന മക്തൂബ് എന്ന് പലപ്പോഴും ഖുർആൻ പ്രയോഗിക്കാറുള്ളത് നിർബന്ധം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ കുത്തിബ അലൈക്കുമുൽ ഖിസാസു, നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നത് ഒരു ഗവൺമെൻറ്റിന്, കോടതിക്ക് അങ്ങനെ ഒരു ഇത് വെക്കാൻ പറ്റില്ല. കോടതി ഒന്നെങ്കിൽ അത് നിർബന്ധമായി നടപ്പ് വരുത്തേണ്ടതാണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഫർദ് എന്നോ വാജിബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാണ് എന്നാണ് വരിക. ഏതുപോലെ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഒക്കെ നിർബന്ധമായിരുന്നു. അവർ നോറ്റാൽ നോറ്റു, നോൽക്കില്ലെങ്കിൽ വേണ്ടതില്ല എന്നല്ല അവർക്കുണ്ടായിരുന്ന നിയമം. പക്ഷേ തുടർന്ന് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, നോൽക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, അയാളൊരു മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ മുസ്തഫ ഈ ഖുർആനിൻ്റെ ഭാഗങ്ങൾ ഒന്നിന് വിശദീകരണമാണ് എന്നത് തനിക്ക് അനുയോജ്യമായി വരുന്നിടത്ത് മൂപ്പരത് അംഗീകരിക്കും. പിന്നെ ഹദീസ് ഏതായാലും പ്രമാണമല്ലാത്തതുകൊണ്ട് ഹദീസ് മൂപ്പർ ഉദ്ധരിക്കാറുണ്ട് മൂപ്പർ ആവശ്യത്തിന്. പക്ഷെ അത് പ്രമാണമായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് ഈ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നതിന് നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ എന്ന് എങ്ങനെയാണ് അർത്ഥം പറയാ? വഅലല്ലദീന യുതീഖൂനഹു, നേർക്ക് നേരെ വാക്കിൻ്റെ അർത്ഥം മാത്രം നോക്കുകയാണെങ്കിൽ നോമ്പ് നോക്കാൻ കഴിയുന്ന ആളുകൾ അവർ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനിൻ്റെ ഭക്ഷണം ഫിദിയായിട്ട് കൊടുക്കണം. അപ്പോൾ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക്, നോൽക്കാൻ കഴിയുന്ന ആളുകൾ, അവിടെ നോമ്പ് ഒഴിവാക്കുക എന്ന് പറയുന്നില്ല. നോമ്പ് ഒഴിവാക്കുക എന്നതല്ല, കഴിവുള്ള ആളുകൾ നോമ്പ് നോൽക്കുമല്ലോ. അപ്പോൾ നോൽക്കുന്ന ആളുകൾ തന്നെ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായിട്ട് കൊടുക്കണം. ഫിദിയ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഫിദിയ എന്നത് തെറ്റ് ചെയ്തു പോകുന്ന സംഗതികൾക്ക്, അല്ലെങ്കിൽ അബദ്ധങ്ങൾ പിണയുന്ന ആളുകൾ എന്ന സംഗതികൾക്കൊക്കെയാണ് ഫിദിയ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ നോമ്പ് നോക്കുന്നതോടൊപ്പം തന്നെ ഈ ആളുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പിണയാം.
അതുകൊണ്ടാണ് അവിടെ ഫിദിയ കൊടുക്കണമെന്ന് പറഞ്ഞതെന്ന് വരാം. പിന്നെ വാന്തസൂമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പ് വലിക്കുന്നതാണ് നല്ലത് കേട്ടോ, നോമ്പ് ഒഴിവാക്കരുത് കേട്ടോ എന്നുള്ള ആ നോമ്പിന് പ്രേരണ നൽകുന്നൊരു പ്രസ്താവമായിട്ടും അതിനെ കാണാവുന്നതാണ്. അപ്പോൾ സ്വന്തം താല്പര്യമനുസരിച്ചും ഇഷ്ടമനുസരിച്ചും ഒക്കെയാണ് ഒരാൾ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ അതിനർത്ഥം പറയാം. എന്നാൽ ഇവിടെ വാലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നത് നോമ്പ് നോൽക്കാൻ കഴിവുണ്ട്, പക്ഷേ നോമ്പ് നോൽക്കണില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കാനുള്ളത് അയാൾ പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ് എന്നാണ് നേർക്ക് നേരെ പറയാം. ഇവിടെ ഒഴിവാക്കാനുള്ളത് ഖുർആനിലെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എവിടുന്നാണ് കൊണ്ടുവരിക എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തേത്, ഈ ആയത്തുകളൊക്കെ എല്ലാ ആയത്തുകളും പൂർണ്ണമായിട്ട് ഒരേ അവസരത്തിൽ ഇറങ്ങിയതാണെന്ന് പറയാൻ പറ്റൂല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എണ്ണപ്പെട്ട ദിവസം നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് ആദ്യത്തിൽ അവതരിച്ചു. അപ്പോൾ അത് 3 മാസത്തിൽ 3 ദിവസം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെ ഹദീസിൽ തഫ്സീറിലൊക്കെ ഉദ്ധരിച്ചു വന്നിട്ടുമുണ്ട്. മുസ്തഫക്ക് തഫ്സീർ സ്വീകാര്യമല്ല എന്ന് പറയുമെങ്കിലും മുസ്തഫക്ക് ആവശ്യമുള്ളിടത്ത് തഫ്സീർ ഉദ്ധരിക്കണ്ടല്ലോ. അപ്പോൾ തഫ്സീറിൽ അങ്ങനെ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്, ഹദീസിലുമുണ്ട്. രണ്ടാമത്തത്, അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇത് ഒരു ഘട്ടത്തിൽ ഇറങ്ങുകയും പിന്നെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നുള്ളത് മറ്റൊരു ഘട്ടത്തിൽ ഇറങ്ങുകയും ചെയ്തു എന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും തഫ്സീറിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് നിർബന്ധമാണ്, പക്ഷേ നിങ്ങൾക്കൊരു ഇളവ് അനുവദിച്ചു തന്നിരിക്കുന്നു. എന്താണ്? കഴിയുന്ന ആളുകൾ നോമ്പ് നോൽക്കാൻ കഴിവുള്ള ആളുകൾ തന്നെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഇളവുണ്ട്. അവരൊരു ഫിദിയ കൊടുക്കണം, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായിട്ട് കൊടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ള ആയത്തിറങ്ങുന്നത്. അതിൽ ഫമൻ ഷഹീദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു, നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് സാക്ഷികളായാൽ അയാൾ ആ നോമ്പ് നോറ്റിരിക്കണം എന്നാണ്. അപ്പോൾ അവിടെ നോമ്പ് കാലത്ത് ഈ മാസം അഷ്ഷഹർ എന്ന് പറഞ്ഞാൽ ഷഹ്റു റമദാൻ എന്ന് തുടക്കത്തിൽ പറഞ്ഞു. റമദാൻ മാസം ഫമൻ ഷഹീദ മിൻകുമു ഷഹർ, നേരത്തെ മുകളിൽ പറഞ്ഞ ആ മാസത്തിന് ആരെങ്കിലും സാക്ഷിയായാൽ ഫല്യസുംഹു, ആ നോമ്പ് നോറ്റിരിക്കണം. അതോടുകൂടി എന്തായി? റമദാനിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്ന് വന്നു. പിന്നെയും നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നുണ്ട്. മങ്കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അയാൾ മറ്റ് ദിവസങ്ങൾ നോറ്റ് നീട്ടിയാൽ മതി. എന്നാൽ അവിടെ വഅലല്ലദീന യുതീഖൂനഹു എന്നുള്ളത് ആവർത്തിക്കണില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഫമൻ ഷഹീദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു എന്ന് പറഞ്ഞതോടുകൂടി വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, കഴിവുള്ള ആളുകൾ തന്നെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയായിട്ട് കൊടുത്താൽ മതി എന്നുള്ളത് അതോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ടു, നിസ്ഖ ചെയ്യപ്പെട്ടു എന്നാണ് വരിക. കാരണം ഈ പ്രയോഗങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പിന്നീടുള്ളത് പ്രായം തികഞ്ഞ ആളുകൾ, പ്രായം കവിഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ രോഗി ഈ മുല കൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ, തൊഴിലാളികൾ, അങ്ങനെ നോമ്പ് നോൽക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ, അവരെ പരിഗണിച്ചുകൊണ്ടാണ് ഭാഷയിൽ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്. യുതീഖു എന്ന് പറഞ്ഞാൽ ലാ യുതീഖു എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമ്മളെ മുസ്തഫ മൗലവി മൂപ്പരതിനെ കളിയാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭാഷയിലെ ഒരു പ്രയോഗത്തെ എന്ത് വച്ചിട്ടാണ് ഇവന്മാരൊക്കെ കളിയാക്കുന്നത്, പരിഹസിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാവാത്തത്. ഭാഷയിൽ ഒരു പദത്തിന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള അർത്ഥമുള്ളതോടൊപ്പം എൻ്റെ നിഷേധാർത്ഥവും ഉണ്ടാവാം. അത് ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാവുന്നൊരു സംഗതിയാണ്. ഭാഷ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും ഭാഷ അറിയാത്ത ആളുകളെ സംബന്ധിച്ചും അത് മറ്റൊരു പ്രശ്നമാണ്.
അപ്പം അങ്ങനെ ഒരു അർത്ഥമുണ്ട്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പരിഹസിക്കുക എന്നുള്ളത് അത് വിവേകരാഹിത്യമാണ്, വിവരല്ലായ്മയാണ്. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തഫ്സീറുകളെ ആണ് ആശ്രയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാദഗതികൾക്ക്. അദ്ദേഹത്തിൻ്റെ വാദഗതി അനുസരിച്ച് ഹദീസുകൾ ഒക്കെ ബുഖാരി മുസ്ലിമിനെ പോലുള്ള ആളുകൾ എഴുതിയുണ്ടാക്കിയതാണ്. തഫ്സീറുകളായിട്ടുള്ള തഫ്സീറുകളൊക്കെയും അതൊക്കെ മുആവിയൻ്റെ ആളുകൾ എഴുതിയുണ്ടാക്കിയതാണ്. ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ഇന്ന് ലഭ്യമല്ലാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ വാദഗതികൾ ന്യായീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാകാനില്ല. രണ്ടാമത്തെ ഈ പറഞ്ഞതൊക്കെ താൻ കണ്ടെത്തിയിട്ടുള്ള സംഗതികളാണ്. ഇതൊന്നും പണ്ഡിതന്മാർ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പുരോഹിതന്മാർ അത് ലോകത്തോട് പറയുന്നില്ല എന്നാണ്. ഇവിടെ സമൂഹത്തെ മനസ്സിലാക്കുമ്പോൾ സമൂഹം എങ്ങനെ നിലകൊള്ളുന്നു, അവരിലെ എത്രമാത്രം അഭിപ്രായ വൈവിധ്യങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ തമ്മിൽ ശത്രുത പുലർത്തുന്ന അഭിപ്രായങ്ങളല്ല, അഭിപ്രായ വൈവിധ്യങ്ങളുണ്ട് എന്നതുകൊണ്ട് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വൈവിധ്യങ്ങളുള്ളത് കൊണ്ട് ഓരോ അഭിപ്രായവും അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അതായിരിക്കും അവരുടെ ശ്രോതാക്കളോട് പറയാം. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ മറ്റേ അഭിപ്രായം ശരിയല്ല. ഇതിനെ പണ്ഡിതന്മാർ സംഗതികൾ മറച്ചു വെക്കുന്നു എന്ന് അധിക്ഷേപിക്കുന്നത് തെറ്റാണ്. കാരണം സാധാരണഗതിയിൽ തന്നെ നമ്മുടെ കോടതികളിൽ പല കോടതികളും ഒരേ വിഷയത്തെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുള്ളത്. എന്നാൽ അതിൽ പ്രാമാണികമായിട്ട് ഉൾക്കൊള്ളാവുന്നത് ഉയർന്നുയർന്ന കോടതികൾ പറയണതാണ്. അതായിരിക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നിയമജ്ഞന്മാരായിട്ടുള്ള ആളുകൾ എടുത്ത് ഉദ്ധരിക്കാം. അല്ലാതെ അത്യപൂർവമായിട്ട് ഏതെങ്കിലും ഒരു കോടതി ഒരു നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം ആരും എടുത്ത് ഉദ്ധരിക്കാറില്ല. ഇത് പൊതുവിൽ മുസ്ലിങ്ങളുടെ മാത്രം കാര്യമല്ല, ഏത് നിയമത്തിൻ്റെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്ക് ചില പണ്ഡിതന്മാർ ഈ മുല കൂട്ടുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ ഗർഭിണികൾ പോലുള്ള ആളുകളുടെ ഈ ഇളവ് അവർ ആളുകളോട് പറയാറില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ പറയുന്ന ആളുകളുമുണ്ട്. അവിടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്തഫയുടെ കാഴ്ചപ്പാടനുസരിച്ച് മുആവിയയുടെ ആളുകൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഈ ഇസ്ലാമിക ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ വാദഗതികളായിട്ട് താൻ വലിയെന്തോ ഒരു കാര്യം കണ്ടെത്തിയതായിട്ടും സമൂഹം പണ്ടത്തെ കാലമല്ല, കാലം മാറിയിരിക്കുന്നു എന്നൊക്കെ വലിയ വർത്താനം പറഞ്ഞായിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ ശ്രമം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാദഗതികൾക്ക് വിരുദ്ധമാണ്. അദ്ദേഹം സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടുമാണ്. എന്നാൽ മുലയൂട്ടുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ ഗർഭിണികൾ, രോഗികൾ, ഇവരെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾ ഇത് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇബ്നു അബ്ബാസിൽ തന്നെ ഇത് രണ്ട് നിലക്ക് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുമുണ്ട്. അവർ നോമ്പ് നോൽക്കേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി എന്നുള്ള അഭിപ്രായമുണ്ട്. ഫിദിയ കൊടുക്കേണ്ടതില്ല, പിന്നീട് നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി എന്നുള്ള അഭിപ്രായമുണ്ട്. ഇതൊക്കെ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഉദ്ധരിച്ചു വന്നത് ഏതാണ് പ്രബലം ഏതാണ് ദുർബലം എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. എന്തായിരുന്നാലും രോഗം, യാത്ര, അതുപോലെ മുലയൂട്ടൽ, ഗർഭം ധരിക്കുക, തൊഴിൽ, അതായത് തൊഴിലെന്ന് പറയുമ്പോൾ നോമ്പ് നോൽക്കാൻ ഒരിക്കലും പറ്റാത്ത വിധത്തിലുള്ള, എന്നാൽ കുട്ടികളെ പോറ്റണം, കുടുംബം പോറ്റണം, അതിന് വേറെ മാർഗമൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം തൊഴിലാളികൾ ഇവർക്കൊക്കെ നോമ്പ് ഒഴിവാക്കാന്നുള്ളതിൽ ഇവിടെ പണ്ഡിതന്മാർക്ക് ആർക്കും അഭിപ്രായവ്യത്യാസമൊന്നുമില്ല. അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നീട് അതവർ 100 വീട്ടുപോയും വേണം. ഇതാണ് ഖുർആനിൻ്റെ പൊതുവായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. അതാണ് പൗങ്കാനമിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇബ്നു അബ്ബാസിൻ്റെ ഒരു ഒറ്റപ്പെട്ട തഫ്സീറാണ് ഇവിടെ ഉള്ളത്. അതായത് തൻ്റെ ഒരു ഉമ്മുൽ വലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അടിമസ്ത്രീ, അതായത് അടിമസ്ത്രീകളിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന, നിയമവിധേയമായി ബന്ധപ്പെടാൻ പറ്റുന്ന സ്ത്രീകൾക്ക് കുട്ടികളുണ്ടെങ്കിലാണ് അവർക്ക് ഉമ്മുൽ വലത് കയറാം. അങ്ങനെയുള്ള തൻ്റെ ഒരു ഉമ്മുൽ വലത്, ഒരു അടിമ സ്ത്രീ,
അവൾ ഗർഭിണിയായപ്പോൾ അവളോട് പറഞ്ഞു, നീ വാലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ടതാണ്. വാലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ അവിടെ ഇബ്നു അബ്ബാസ് ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിവുള്ള നോൽമ്പ് നോൽക്കാൻ കഴിയണ ആളെന്നല്ല. അവിടെയാണ് മുസ്തഫക്ക് പറ്റിയ തെറ്റും. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ എന്നതാണ് അവിടെ ഇബ്നു അബ്ബാസ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നോമ്പ് നോൽക്കാൻ കഴിവില്ലാത്ത ആളുകളിൽ പെട്ട ആളാണ് നീ. അതുകൊണ്ട് നീ നോമ്പ് നോൽക്കേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി, നോമ്പ് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുമില്ല എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു എന്ന് പറയുന്നത്. ഇതിനാണ് മുസ്തഫ അള്ളാഹ്ക്ക് എന്താണ് തെറ്റിപ്പോയി. യുതീഖൂനഹു ലാ യുതീഖൂനഹു എന്ന് പറഞ്ഞിടത്ത് അള്ളാഹ് യുതീഖൂനഹു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളാണ് അത് തിരുത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ നീ കഴിവില്ലാത്ത ആളുകളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഈ നോമ്പ് നോൽക്കണ്ടായില്ല എന്നാണ് ആ പെണ്ണിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗർഭിണികളും മുലയൂട്ടുന്നവരും പിന്നീട് നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? അത് മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സംഗതിയാണ്. അതേ അവസരം പ്രബലമായിട്ടുള്ള അഭിപ്രായം, മുസ്ലിം സമൂഹത്തിൻ്റെ പ്രബലമായിട്ടുള്ള അഭിപ്രായം അവർ നോറ്റ് വീട്ടണം എന്ന് തന്നെയാണ്. നോറ്റ് വീട്ടാൻ കഴിയില്ലെങ്കിലാണ് പിന്നെ അവർ ഫിദിയ കൊടുക്കേണ്ടത്. പിന്നെ അതൊരു കൊല്ലത്തിൽ കഴിഞ്ഞാൽ ഫിദിയ കൊടുക്കണോ നോറ്റ് വീട്ടിയാൽ മതിയോ, അതൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിനെ പരിഹസിക്കുക എന്നുള്ളത് പോലും വില കുറഞ്ഞ ഏർപ്പാടാണ്, വിവേകരാഹിത്യമാണ്, വൈജ്ഞാനികമായിട്ടുള്ള അടിത്തറയില്ലാത്തതിൻ്റെ തെളിവുമാണ്. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ മുസ്തഫ മൗലവി ചെയ്തിട്ടുള്ളതും. അദ്ദേഹം തോന്നിയതൊക്കെ പറയാം, എന്നിട്ട് ബാക്കിയൊക്കെ പുരോഹിതന്മാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാന്നുള്ള വില കുറഞ്ഞ ഏർപ്പാടാണ് അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കൽ. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് സമാധാനിക്കാം.